കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മാ തൃശ്ശൂർ 2026 ചേർപ്പ് ബ്ലോക്ക് സംസ്ഥാനതല പഠനയാത്ര. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറും കൃഷി ഓഫീസർമാരും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരും കർഷകരും അടങ്ങിയ 46ഓളം പേർ ചേർപ്പ് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ കൊഡീസിയ എക്സ്പോ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. നമ്മളിവിടെ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ബ്ലോക്കിൽ നിന്നുള്ള 6 കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും അടങ്ങിയിട്ടുള്ള ഒരു സംഘമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷി രീതികളെ പറ്റിയിട്ടും അവാർഡിന് അദ്ദേഹത്തിന് അർഹനാക്കിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കണ്ടുപഠിക്കാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. കൃഷ്ണോണി എന്നാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിയാണ്. അച്ഛൻ മുത്തച്ഛനായിട്ട് കൃഷി തന്നെയാണ്. മകനാണ് ഇപ്പോൾ വെളിയിൽ പോയിരിക്കുന്നത്. ഏകദേശം ഒരു 42 വർഷമായിട്ട് കാർഷിക മേഖലയിലേക്ക് വന്നാണ്. ഈ ജൂണിലാണ് വേര് മുറിക്കുന്നത്. വേര് മുറിച്ചിട്ടുള്ള വളവും ചാണകവും എല്ലാം കൂടെ കൊണ്ട് ഡംപ് ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞാൽ വെന്തു പോകും. പിന്നെ വരുന്ന 6 മാസം കഴിഞ്ഞാണ് വരുന്നത്. 6 മാസം കഴിഞ്ഞ് വരുന്ന ഈ വളം വലിച്ചെടുക്കുന്ന 6 മാസം കഴിഞ്ഞ് വേരാണ് ഇത് വന്ന് അതിൽ വന്ന് കുത്തുന്നത്. അപ്പോൾ എന്താകും, വെള്ളമില്ല. അന്തരീക്ഷത്തിൽ 42-43 ഡിഗ്രി ചൂടാണ്. ആ സമയത്ത് എന്താണ്, കൊല മുഴുവൻ പൊട്ടും. അങ്ങനെ ഒരു ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പാടത്ത് അതില്ല. ഞാൻ തടം തുറക്കാത്ത കാരണം എനിക്കത് ആ ക്ഷീണം വന്നിട്ടില്ല. പിന്നെ കുറേ മാവുണ്ട്, മൊവാണ്ടുണ്ട്, ഹിമാമസ് ഉണ്ട്, അൽഫോൺസി ഉണ്ട്, സിന്ദൂരുണ്ട്, രത്തനുണ്ട്. കുറേ വരെയായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി ചെയ്യാറുണ്ട്. അതെല്ലാം ജൈവരീതി. നമ്മളത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞാൽ നമ്മളത് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളും വാങ്ങില്ല, ഏട്ടനും വാങ്ങില്ല. കൃഷി എന്നത് കേവലം ഒരു ഉത്പാദന പ്രക്രിയ മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. വരും തലമുറയ്ക്കായി ജീവൻ്റെ തുടിപ്പുള്ള മണ്ണും ശുദ്ധമായ അന്തരീക്ഷവും ബാക്കി വയ്ക്കാൻ ജൈവ കൃഷിയിലേക്ക് മാറേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നത് തന്നെയാണ് ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ സന്ദേശം. രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനും സുസ്ഥിരമായ ഭാവി ഉറപ്പുവരുത്തുവാനും മണ്ണിലെ സൂക്ഷ്മജീവികളെ സംരക്ഷിക്കുവാനും വിഷരഹിത ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാനും പരിസ്ഥിതി മലിനീകരണം തടയുവാനും ജൈവ കൃഷി നമ്മളെ സഹായിക്കുന്നു. കേരളത്തിൽ ജൈവ കൃഷിക്ക് വലിയ സാധ്യതകളുണ്ട്. വിഷരഹിതമായ പച്ചക്കറികൾക്കായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അറിയാൻ കേരള സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ വീടുകളിലെ അടുക്കളത്തോട്ടങ്ങൾ വഴിയും ജൈവ കൃഷി പ്രോത്സാഹിക്കപ്പെടുന്നു. തെങ്ങിൻ തോട്ടത്തിൽ ഇത്രയധികം നാളികേരം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. തോട്ടങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഏകദേശം 7 മണിയോടെ ഞങ്ങൾ ആദിയോഗി ഇഷ ടെമ്പിൾ കാണാനായി ഇറങ്ങി. ഇഷ ഫൗണ്ടേഷൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി നാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് പശ്ചിമഘട്ടത്തിലെ വെള്ളയാങ്കര മലനിരകളുടെ കാഴ്ചയിലൂടെ കാണുമ്പോൾ പ്രത്യേകം മനം കവരുന്നതാണ്. ഈ അർദ്ധകായ പ്രതിമയിൽ സംഭവിക്കുന്ന മാറ്റം ലേസർ വഴിയുള്ള പ്രകാശരശ്മികൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ പ്രകാശക്കാഴ്ച മനസ്സിൽ ഭക്തി ജനിപ്പിക്കുന്നതിനോടൊപ്പം സൗന്ദര്യ സങ്കല്പങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ശിവലിംഗ പ്രാർത്ഥന ഞാനും പാടാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ബ്രഹ്മമുരാരി സുരാർച്ചിതലിംഗം നിർമ്മലഭാസിത ശോഭിതലിംഗം
ജന്മജദുഃഖവിനാശകലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. ദേവമുനിപ്രവരാർച്ചിതലിംഗം കാമദഹനകരുണാകരലിംഗം. രാവണദർപ്പവിനാശകലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. സർവസുഗന്ധിതസേവിതലിംഗം ബുദ്ധിവിവർദ്ധനകാരണലിംഗം. സിദ്ധസുരാസുരമാർദ്ദിതലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. കനകമഹാമണിഭൂഷിതലിംഗം പനിമതിവേഷ്ടിതശോഭിതലിംഗം. ദക്ഷസുയത്നവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാര സുശോഭിതലിംഗം. സജ്ജിതപാപവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. ശിവലിംഗത്തിൻ്റെ കുറിച്ചുള്ള പ്രാർത്ഥന എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൃഷിയിൽ ഈ ശിവലിംഗത്തിന് എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? നമ്മൾ ഫീൽഡ് വിസിറ്റ് നടത്തിയത് മുഴുവൻ കാണിക്കുകയാണെങ്കിൽ അത് ഒരു 2 മണിക്കൂറോളമുള്ള ഒരു വീഡിയോയ്ക്ക് വഴിതെളിയിക്കും. അതുകൊണ്ടാണ് അത് ഡീറ്റെയിലായി കാണിക്കാഞ്ഞത്. ഫീൽഡ് ട്രിപ്പിൽ നിന്ന് ധാരാളം അറിവുകൾ നമുക്ക് ലഭിച്ചു. കൂടാതെ കൃഷിക്കാരന്മാർ സമ്മാനിച്ച പല ഗിഫ്റ്റുകളുമായി, പല തൈകളുമായി നമ്മൾ തിരിച്ചു. എനിക്ക് ലഭിച്ച തൈകൾ പനയുടെ 4 തൈകൾ, കൂടാതെ പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കൊക്കോയുടെ ഒരു ചെടി. പലർക്കും കൊക്കോയുടെ ചെടി അദ്ദേഹം സമ്മാനമായി നൽകിയിരുന്നു. തളിർ വെറ്റില, പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള തൈകൾ ഞങ്ങൾക്കെല്ലാം അദ്ദേഹം സമ്മാനമായി തന്നിരുന്നു. ഞങ്ങളെ ഫീൽഡ് ട്രിപ്പിന് ക്ഷണിച്ച 2 പേർക്കും അകൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. മഹാദേവൻ്റെ പ്രതിമയിലുള്ള ലേസർ ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. അവിടെയായിരുന്നു ഞങ്ങളുടെ താമസം. അവിടെ വെച്ച് രാത്രി ഭക്ഷണവും ഒരുക്കിയിരുന്നു. താമസം വളരെ സൗകര്യപ്രദമായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നതിൻ്റെ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ ടെറസിൽ പോത്തുകൂടി ധാരാളം സമയം ഡാൻസുകൾ കളിച്ചു. സരള ചേച്ചിയായിരുന്നു ആ ഡാൻസിന് നേതൃത്വം നൽകിയിരുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ ആ ഡാൻസിൽ വളരെ സജീവമായി തന്നെയാണ് പങ്കെടുത്തത്. ആ ഡാൻസിൻ്റെയും ചെറിയ ചെറിയ ഫോട്ടോസും വീഡിയോസും മാത്രമേ ഈ വീഡിയോയിൽ വയ്ക്കുന്നുള്ളൂ. മുഴുവൻ കാണിക്കുകയാണെങ്കിൽ അത് വളരെയധികം ലെങ്തി ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. ഞങ്ങൾ താമസിച്ച സ്ഥലം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനായി ഉത്സാഹമുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിശാലമായ ഒരു ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ മയിലുകളുടെ സ്വരം കേൾക്കാവുന്നതാണ്.
കുഞ്ഞു കിളികൾ എങ്ങും പാറി നടക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി ഒന്ന് ശ്രദ്ധിക്കൂ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വേഗം തന്നെ കൊഡീസിയ എക്സ്പോ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. യാത്രയിലുടനീളം ഞങ്ങൾ വരാൻ പോകുന്ന ആ എക്സ്പോയിൽ എന്തെല്ലാം വാങ്ങിക്കാൻ സാധിക്കും എന്ന ചർച്ചയിലായിരുന്നു. എക്സ്പോ ഇൻ്റർനാഷണൽ ലെവൽ തന്നെ ആയിരുന്നു. ഇത്രയും വലിയ ഒരു എക്സ്പോയിൽ ആദ്യമായാണ് ഞാൻ സംബന്ധിക്കുന്നത്. വിവിധങ്ങളായ സ്റ്റാളുകൾ വളരെ വലുതായിരുന്നു. ഓരോ സ്റ്റാളിലും അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു LED-യിൽ എക്സിബിഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഷ ഞങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചില്ല. ഞങ്ങളും ചെറിയ രീതിയിൽ ചില കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തവ അവർ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതാണ്. ഗാർഡൻ വേസ്റ്റ് വളമാക്കുന്ന യന്ത്രങ്ങൾ, അതായത് നമ്മുടെ തോട്ടത്തിലുള്ള ഓല, മടൽ, വിറകുകൊള്ളികൾ എന്നിവയെല്ലാം നിമിഷനേരം കൊണ്ട് പൊടിക്കുന്ന യന്ത്രം എന്നെ വളരെയധികം ആകർഷിച്ചു. അവിടെ വെച്ചിട്ടുള്ള ഒരു ട്രാക്ടറിൽ കയറി നോക്കാനും ഞങ്ങൾ സമയം കണ്ടെത്തി. അതും ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അത് കാണണേ. നാളികേരുന്നത് മറ്റേ വുഡ് ചിപ്പർ ഫ്ലവർ ക്ലസ്റ്റർ
പനീർ പുട്ട്. ഭയങ്കര ടേസ്റ്റായിട്ടാണ് വരുന്നത്. സൂപ്പറായിട്ട്. മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടും നേരനാഴിയില മതിയാവില്ലൊരു നാളിനു നീ നല്ലൊരു നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണനും തണലത്തരമറിയും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ജൈവ കൃഷിക്ക് ചില ബുദ്ധിമുട്ടുകളുമുണ്ട്. കുറഞ്ഞ വിളവ്, കൂടുതൽ സമയം, അധ്വാനം ആവശ്യമായി വരുന്നത്, വിപണനത്തിലെ വെല്ലുവിളികൾ. ഇവിടെയാണ് ഡോക്ടർ അനിൽകുമാർ വികസിപ്പിച്ചെടുത്ത G3 സർട്ടിഫിക്കറ്റുള്ള നാനോ ജൈവവളങ്ങളുടെ പ്രസക്തി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റമായ ഹരിതമുറ്റം, വയോജനങ്ങൾക്ക് താലോലിക്കാൻ 10 ചെടികൾ എന്ന പദ്ധതിയിൽ ഈ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. 100% റിസൾട്ട് തരുന്ന ഈ വളങ്ങൾ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നവരിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജിൻ്റെ തീം സോങ് ആണ് ഞാൻ ബസ്സിലിരുന്ന് പാടിയത്. കേൾക്കുമല്ലോ. ഐശ്വര്യത്തോടെ പ്രായമാകാം യുത്രിയെ കൂട്ടിടുയേ MG വാഴ്സിറ്റി കൂടെയുണ്ടേ പ്രായം വരും ഒരു നമ്പറായി മാറ്റൂ പ്രായത്തിനാദികൾ മറന്നേക്കൂ ഐശ്വര്യത്തോടെ പ്രായമാകാം യുത്രിയെ കൂട്ടിനുണ്ടേ MG വാഴ്സിറ്റി കൂടെയുണ്ടേ വെല്ലുവിളികളെ അവസരമാക്കാം തകർക്കാൻ പോന്നവയെ മെരുക്കിയെടുക്കാം വെല്ലുവിളികളെ അവസരമാക്കാം തകർക്കാൻ പോന്നവയെ മെരുക്കിയെടുക്കാം ചേക്കേറാം സ്വപ്നങ്ങളിലേക്ക് മനസ്സോടെ കണ്ടുപിടിച്ചിടാം മനസ്സിൽ നവനവ സാധ്യതകൾ പുത്തനുണർവിൻ സ്വാതല ഭൂമിയിൽ ഒന്നായി അണിചേരാം യുദ്ധിയെ വരവേൽക്കാനായി കേരളമുണരുന്നു സ്വലഭവസന്തമായ തിരിയെളിയുന്നു പ്രായം വെറും ഒരു നമ്പറായി മാറ്റൂ പ്രായത്തിനാദികൾ മറന്നേക്കൂ ഐശ്വര്യത്തോടെ പ്രായമാകാം യുത്രിയെ കൂട്ടിനുണ്ടേ MG വാഴ്സിറ്റി കൂടെയുണ്ടേ